ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നോമ്പുകാലം 2-ാം ദിവസം. നമുക്കറിയാം, ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചുകൊണ്ട് പിതാവായ ദൈവം അവർക്കായിട്ട് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇതായിരുന്നു: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലെങ്ങും നിറയുവിൻ എന്ന്. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ തന്നെ മാതാപിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതാണ്. ദൈവം ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നതും ദൈവം ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഭൂമിയിൽ മാതാപിതാക്കന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കുട്ടികളായിരിക്കുന്ന നമ്മളിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും ദൈവം തൻ്റെ സ്നേഹവും സംരക്ഷണവും കൃപയും ഒക്കെ ചൊരിയുന്നത് മാതാപിതാക്കന്മാരിലൂടെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ സ്നേഹവും ക്ഷമയും കരുണയും പരിപാലനയും എല്ലാം ചൊരിയുവാനായിട്ട് നമുക്കായിട്ട് കരുതി വെച്ച നമ്മുടെ മാതാപിതാക്കന്മാരെ പ്രത്യേകമായിട്ട് നമുക്ക് ഇന്ന് ഓർക്കാം. നമുക്ക് മാതൃകയായിട്ട് ഈശോ തന്നെ കാണിച്ചു തന്ന വളരെ മനോഹരമായ ഒരു മാതൃകയുണ്ട്. നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹ തൻ്റെ ഭൂമിയിലുള്ള പരസ്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ 30 വർഷം പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിനോടുമൊപ്പം, പിന്നെ അവൻ അവരോടൊപ്പം ചെന്ന് അവർക്ക് വിധേയനായി നസ്രത്തിൽ ജീവിച്ചു എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മനോഹരമായിട്ട് ലൂക്കാ സുവിശേഷകൻ എഴുതി വച്ചിട്ടുണ്ട്. ഭൂമിയിലുള്ള തൻ്റെ മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവരെ അനുസരിച്ച് അവരുടെ കൂടെയായിരുന്നുകൊണ്ട് സ്വർഗത്തിലുള്ള തൻ്റെ പിതാവിൻ്റെ ഹിതം ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് തൻ്റെ പിതാവിനെ ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുവാനായിട്ട്, തൻ്റെ പിതാവിൻ്റെ സ്വഭാവം, തൻ്റെ പിതാവിൻ്റെ സ്നേഹം, തൻ്റെ പിതാവിൻ്റെ കരുതൽ ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുവാനായിട്ട് അവൻ നീണ്ട 30 വർഷക്കാലം ഭൂമിയിലുള്ള ദൈവം അവന് വേണ്ടി തിരഞ്ഞെടുത്ത അവൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ ആയിരുന്നു. നമുക്കും പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്കായിട്ട് തന്ന ഭൂമിയിലെ ദൈവത്തിൻ്റെ കയ്യൊപ്പായ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് 5 വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെച്ച് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരെ ഇന്ന് ഓർമ്മിക്കാം.